ഹായ് ഫ്രണ്ട്സ്, എഡ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ BSc നേഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ +2 റിസൾട്ട് എല്ലാം വന്നിരിക്കുകയാണ്. അപ്പോൾ ധാരാളം സ്റ്റുഡൻസ് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ഡൗട്ട്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കാൻ മുന്നേ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അങ്ങനെ +2 റിസൾട്ട് എല്ലാം വന്നിരിക്കുകയാണ്. 77.81 വിജയ ശതമാനം. അതിൽ 30,145ഓളം സ്റ്റുഡൻസിന് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ഇനി അഡ്മിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ BSc നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കായിട്ട് LBS, PNC MAC, AMCS FNCK, CPAS എന്നീ അലോട്ട്മെൻറ്റുകളാണ് മെയിനായിട്ട് വരുന്നത്. ഇതിൽ LBS നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ മാർക്കുകളിലെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കേരളത്തിൽ വരുന്ന നല്ലൊരു ശതമാനം സീറ്റുകളും ലഭിക്കുന്നത്. PNC MACനെ ഇംഗ്ലീഷും കൂടെ ചേർത്തിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സീറ്റുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബയോളജി സയൻസ് പഠിച്ച മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും നോക്കുന്നത് BSc നേഴ്സിംഗ് എന്നുള്ളൊരു കോഴ്സിനാണ്. അപ്പോൾ BSc നേഴ്സിംഗിന് കേരളത്തിൽ ഗവൺമെൻറ്, മാനേജ്മെൻറ്റ് എല്ലാം കൂടെ ടോട്ടലായിട്ട് 10,500 സീറ്റുകളാണ് ടോട്ടൽ വരുന്നത്. ഈ സീറ്റുകളിൽ 70-75% LBS അലോട്ട്മെൻറ്റ് വഴിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ബാക്കിയുള്ള 25-30% മാത്രമാണ് ബാക്കിയുള്ള അലോട്ട്മെൻറ്റ്, അതായത് AMCS FNCK, PNC MAC, CPAS എന്നീ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് ലഭിക്കുക. ഇനി LBS അലോട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിലെല്ലാം, അതായത് 14 ഗവൺമെൻറ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ 14 ഗവൺമെൻറ് കോളേജുകളിലായിട്ട് ഏകദേശം 1,200ഓളം സീറ്റുകൾ, ഈ സീറ്റുകളിലേക്ക് LBS അലോട്ട്മെൻറ്റ് വഴി തന്നെയാണ് കിട്ടുക. അപ്പോൾ ലാസ്റ്റ് ഇയർ നോക്കുന്ന സമയത്ത് ഏകദേശം ഇൻഡെക്സ് മാർക്ക് ഫുള്ള്, അതായത് ഏകദേശം 300-ൽ 300 മാർക്ക് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസിനാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും നല്ലൊരു ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. റിസൾട്ട് വന്ന ശേഷം ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ ചോദിച്ചൊരു കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്, വിജയ ശതമാനം കുറവല്ലേ, അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കുറച്ച് കുറഞ്ഞാലും നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുന്നത്തെ വർഷങ്ങളിലും നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കും എന്ത് ചെയ്യാം, ഈ വർഷം LBSന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടലായിട്ട് വിജയ ശതമാനം കുറഞ്ഞു എന്നുള്ളൂ, എന്നാൽ സയൻസ് പഠിച്ചിട്ടുള്ള ഏകദേശം 1,57,000 സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിലും നല്ലൊരു ശതമാനം സ്റ്റുഡൻസിന് നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് പ്രീവിയസ് ഇയറിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഇൻഡെക്സ് മാർക്കായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോഴും ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, പ്രൈവറ്റ് കോളേജുകൾ, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് നമുക്ക് അഡ്മിഷൻ എടുത്തുകൂടെ എന്നുള്ളത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതൊന്നും എനിക്കറിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ പകുതി സീറ്റും, അതായത് ഒരു BSc നേഴ്സിംഗ് കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ പകുതി സീറ്റും LBS വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. ബാക്കിയുള്ള പകുതി സീറ്റ് അത് ഇപ്പോൾ പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണെങ്കിൽ PNC MAC വഴിയും, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണെന്നുണ്ടെങ്കിൽ AMCS FNCK വഴിയുമാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ NRI സീറ്റുകളുണ്ട്. അപ്പോൾ ഈ NRI സീറ്റുകളിലേക്ക് വേണ്ടിയിട്ട് NRI സ്റ്റുഡൻസ് വന്നിട്ടില്ല എങ്കിൽ മാത്രം NRI സീറ്റിന് എന്ത് ചെയ്യാം, ആ ഒരു മാനേജ്മെൻറ്റിന് NRI കൺവേർട്ടഡ് മാനേജ്മെൻറ്റ് സീറ്റായിരിക്കും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കോളേജിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് നിങ്ങൾ സീറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ NRI കൺവേർട്ടഡ് മാനേജ്മെൻറ്റ് സീറ്റുകളുടെ മാക്സിമം വരാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഏകദേശം 4 മുതൽ 5 വരെ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കേരളത്തിന് അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ LBSന് എല്ലാവരും അപ്ലൈ ചെയ്യുക. ജൂൺ മാസം 4-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PNC MACൻ്റെയും AMCS FNCKൻ്റെയും രജിസ്ട്രേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ എല്ലാവിധ അപ്ഡേറ്റ്സുകളും നമ്മൾ ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നേഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാവിധ അപ്ഡേറ്റ്സുകളും, അതായത് LBSൻ്റെയും PNC MACൻ്റെയും AMCS FNCK, CPAS അലോട്ട്മെൻറ്റുകളുടെ എല്ലാവിധ അപ്ഡേറ്റ്സുകളും നമ്മൾ ആ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടീം തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞിട്ടുള്ളവരും അതുപോലെ തന്നെ കേരളത്തിന് ഔട്ട്സൈഡ് അഡ്മിഷൻ നോക്കുന്നവർക്കും ഒരുപാട് അംഗീകാരമുള്ള കോളേജസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജസ് ഏതൊക്കെയാണെന്ന് അറിയാനും അതുപോലെ തന്നെ അവിടുത്തെ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് എല്ലാവിധ അപ്രൂവൽസും അഫിലിയേഷൻസും ഉള്ള കോളേജസുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാനായിട്ട് നമ്മുടെ ടീമിന് പറ്റും.
ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിനെ കുറിച്ചിട്ടോ കോളേജുകളെ കുറിച്ചിട്ടോ അഡ്മിഷനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫൈനലി +2 ജയിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിന് മുൻപായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.